അപ്പോൾ അവർ ചോദിക്കുക ഇതിട്ട് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പറ്റുമോ, ഇത് ഞാൻ എവിടെയാണ് ഇടേണ്ടത്. ചില ആൾക്കാർ വിചാരം വെച്ചാൽ ഇതിപ്പം നമ്മളെ വെജാനൽ ഹോൾ ആണെങ്കിൽ കന്യാചർമ്മം ഇസ് ലൈക്ക് എ സീൽ. ഇറ്റ് ഈസ് നോട്ട് എ സീൽ. ഇഫ് ഇറ്റ് വാസ് എ സീൽ നമ്മുടെ പീരിയഡ് ബ്ലഡ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് എ കേർട്ടൻ. ദിസ് ഹോൾ സൊസൈറ്റി ഉണ്ടാക്കിയൊരു സംഭവമാണ് ഉള്ളിൽ എന്തിട്ട് കഴിഞ്ഞാലും വെർജിനിറ്റി പോകും എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാവം അവിടെ ഉള്ള ഒരു ചെറിയൊരു കന്യാചർമ്മം. അത് ചില ആൾക്കാർക്ക് ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യില്ല? അപ്പോൾ കുറേ പേര് അത് വീട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി, ഇങ്ങനെയാണ് പറയുന്നത്. അതും ചോദിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ 2ഉം 3ഉം നോർമൽ ഡെലിവറി പ്രസവിച്ച ആൾക്കാരാണ് ഇത് ചോദിക്കുന്നത്. പീരിയഡ് ബ്ലഡ് ഭയങ്കര മോശം സ്മെല്ലാണ്. ആക്ച്വലി ഇതേ ബ്ലഡ് നമ്മൾ മെൻസ്ട്രൽ കപ്പിൽ വരുമ്പം ഈ ബ്ലഡിന് ഒരു ബാഡ് സ്മെല്ലും ഇല്ല. യു ഹാവ് ടു സീ ദ DMs വി ഗെറ്റ്. വെജാന ടൈറ്റ് ചെയ്യാനുള്ള ക്രീം ഉണ്ടോ, നമ്മളെ വെർജിനിറ്റി തിരിച്ചു കിട്ടാനുള്ള ക്രീംസ് ഉണ്ടോ, വെർജിനിറ്റി തിരിച്ചിട്ടാനുള്ള പിൽസ് ഉണ്ടോ, വി ഗെറ്റ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. സ്ത്രീകളുടെ ആർത്തവത്തിൽ പുരുഷന്മാർക്ക് എന്താണ് പങ്കെന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരോടും ചോദിക്കാറില്ല. പ്രളയ സമയത്താണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ച് സംസാരിച്ചത് പോലും. പക്ഷേ ആ സമയത്ത് എന്താ പറയുക, സ്ത്രീകളുടെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയം എന്ന രീതിയിലായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട്, അതായത് ആർത്തവത്തിന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന രീതിയിലൊരു യുവ സംരംഭകരെത്തിയിട്ടുണ്ട്. അതും ദമ്പതികളാണ്. അവരാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമസ്കാരം. നിങ്ങൾ കോവിഡ് കാലത്താണ് ശരിക്കും ആർത്തവത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത്. പ്രളയ സമയത്താണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും പാഡ് മാറുന്നതിനെ കുറിച്ച് സ്ത്രീകൾ ക്യാമ്പിൽ അത്ര ടഫായിട്ടിരുന്ന സമയത്താണ്. അതായത് കൊച്ചു പിള്ളേരടക്കം, അതായത് 17-18 വയസ്സുള്ളവരടക്കം അന്ന് പാഡിനെ കുറിച്ച് സംസാരിച്ചു. പിന്നീട് നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കോവിഡിൻ്റെ സമയത്ത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള ഒരു ജേർണി? ലൈക്ക് എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഇങ്ങനൊരു, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറ്റ് വാസ് എ വെരി നാച്ചുറൽ പ്രോസസ്. ബിക്കോസ് കോവിഡിൻ്റെ സമയത്ത് ഞാനും നസീഫും നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. നമ്മൾ ആക്ച്വലി കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നുന്നു ഏപ്രിലായിരുന്നു, നമ്മൾ 2020 ഏപ്രിൽ 2020 നമ്മൾ വെഡിങ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചത്. ആൻഡ് വി വർ എൻഗേജ്ഡ്. അപ്പം നോർമലി എല്ലാ കപ്പിൾസും ഇങ്ങനെ ഫോണിൽ, എല്ലാവരും ലോക്ക്ഡൗൺ ആയിരുന്നു, വീട്ടിലായിരുന്നു, വേറൊരു പണിയിലായിരുന്നു. അപ്പോൾ എല്ലാ കപ്പിൾസിനും പോലെ നമ്മളിങ്ങനെ ഫോണിൽ സംസാരിക്കായിരുന്നു. ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് ഒരു 8 years ആയി. ഓൾമോസ്റ്റ് 8 years. യെസ്, ഐ ഹാവ് ബീൻ യൂസിങ്. കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ UAE-ലായിരുന്നു ലൈക്ക് ഓൾമോസ്റ്റ് എൻ്റെ ഹൈസ്കൂളും ഇതൊക്കെ ചെയ്തത്. ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു കൊളീഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യൂരിയോസിറ്റിക്ക് ഞാൻ ഇങ്ങനെ കണ്ടപ്പം എനിക്കിങ്ങനെ എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം കോവിഡിൻ്റെ സമയത്ത് പാഡ് ഡിസ്പോസൽ ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. പിന്നെ കോവിഡിൻ്റെ സമയത്ത് ബിക്കോസ് ഡിസ്പോസൽ മാത്രമല്ല, വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാരും അവർ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പാഡ് വാഷ് ചെയ്തിട്ട് വെക്കണം എന്ന് പറയുന്നൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പാഡ് നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാലും പാഡിൽ ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ആ സ്മെൽ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ ചേച്ചിമാർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്ന് എടുക്കുമ്പോൾ ഈ പാഡ് ഓൾറെഡി ഫുൾ കൂടി കിടക്കും, അവിടെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഞാനിങ്ങനെ കണ്ടു അത് അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് പിക്ക് ചെയ്യുമ്പം ഫുൾ കൂട്ടം കൂടി അവിടെ കിടക്കുന്നു. അപ്പം ഐ ജസ്റ്റ് ടോൾഡ് നസീഫ്, അതായത് ഈ ചേച്ചിമാരെ ഇങ്ങനെ വന്ന് എടുക്കും, ഗ്ലൗസ് ഇതൊന്നും ഇല്ലാണ്ട് അവരെടുത്ത് കൊണ്ടുവന്ന്. പിന്നെ വേസ്റ്റ് അവർ ഡിസ്പോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് പ്ലാന്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കും ജെല്ലും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നസീഫിൻ്റെ അടുത്ത് പറഞ്ഞു, കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്, ഇവർ ഓരോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഈ പാഡ് എടുക്കണം, ചില ആൾക്കാർ കഴുകിയിട്ട് പോലും വെക്കൂല. അപ്പം നസീഫ് ഇസ് ലൈക്ക്, നീ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നില്ലേ, നീ എപ്പോഴും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നില്ല? അതായത് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല? അപ്പോൾ അത് നമുക്കൊരു കോൺവെർസേഷൻ, നമ്മളൊരു കോൺവെർസേഷൻ വാസ് ഒരു യുറേക്ക മൊമെന്റ്. അങ്ങനെയാണ് നമ്മൾ വെച്ചു, ഓക്കെ ഫൈൻ, എന്തുകൊണ്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നില്ല? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയോ, നിങ്ങൾക്ക് അറിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഒരു ഏകദേശം ഒരു 50% ആൾക്കാർക്ക് മെൻസ്ട്രൽ കപ്സ് കേട്ടിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതിലൊരു 5% ആൾക്കാർക്ക് മാത്രമേ ഒരു ഫീമെയിൽ വെൽനെസ് ആൻഡ് ഹൈജീൻ ബ്രാൻഡിനെ കുറിച്ച് അറിയുള്ളൂ. ബിക്കോസ് സ്ത്രീകളുടെ ഒരു ഹൈജീൻ എന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതിപ്പം അവരെ ഗ്രൂമിങ് ആയാലും എന്തെന്നായാലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ വീവലേക്ക് ഓക്കെ ഫൈൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അതായത് ബ്രാൻഡ്സും പ്രൊഡക്ട്സും അന്നേ ഉണ്ട്. ബിക്കോസ് ഞാൻ 8 വർഷം മുമ്പ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവയർനെസ് കുറവാണ് ആൾക്കാരുടെ ഇടയ്ക്ക്. ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. അതാണ് നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളതും. അപ്പം ബാക്കിയുള്ള കപ്പിൾസിനെ പോലെ നമ്മൾ ഈ എൻഗേജ്മെന്റ് ആയ സമയത്ത് നമ്മൾ വെഡിങ് ഡ്രസ്സോ അല്ലെങ്കിൽ വെഡിങ് വെന്യൂ പ്ലാൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ തുടങ്ങും, എന്തൊക്കെ ചെയ്യും, എവിടെ തുടങ്ങും നമ്മൾ,
ഞാൻ ബേസിക്കലി കാലിക്കറ്റ് ആണ് ആൻഡ് ഞാൻ കഞ്ഞങ്ങാടാണ്, കാസർഗോഡ്. ഈ പറഞ്ഞ പ്ലാൻ ഇപ്പൊ നിങ്ങളുടെ വെഡിങ് സമയത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതൊന്നുമല്ല പ്ലാൻ ചെയ്തത്, സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. ആക്ച്വലി നിങ്ങൾ അങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും മൊത്തത്തിലൊരു ഇതുണ്ട്, സ്ത്രീകളുടെ ചില കാര്യങ്ങൾ ആണുങ്ങൾ ചെയ്യുന്നത് അടിപ്പാവാട തരത്തിലാണ് ആളുകൾ കളിയാക്കുന്നത്. ലൈക്ക് അതിനിപ്പോൾ നമ്മൾ പറയാണ് സ്ത്രീ പാഡ് മേടിച്ചു കൊടുക്കാൻ പോലും പേടിക്കുന്ന, അല്ലെങ്കിൽ ചമ്മലുണ്ട്, ചെന്നിട്ട് ചേച്ചി അതെന്ന് പറഞ്ഞ് ഇങ്ങനെ മറച്ചു പിടിച്ചൊക്കെയാണ് ആളുകൾ സംസാരിക്കുന്ന എടുക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാള് ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു മൈൻഡിൽ? അയ്യോ എന്നെ ആളുകൾ കളിയാക്കുമോ, അതോ ഫാമിലിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ കുറെ നാള് ജോബായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അന്ന് തൊട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. തുടങ്ങുമ്പോൾ എൻ്റെ നമ്പർ 1 ക്രൈറ്റീരിയ ആ ബിസിനസ് ആൾക്കാരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഈ ഡിസ്കഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനേക്കാളും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഐഡിയ കിട്ടണമെന്നില്ല. സോ ലെറ്റ്സ് ഡു ദിസ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ആൾക്കാർ എന്ത് പറയും എന്നുള്ളത് സെക്കൻഡറി തിങ്. മേ ബി ഷോർട്ട് ടേമിൽ ആൾക്കാർ പറയുകയാണെങ്കിലും നമ്മൾ വൺസ് വി ആർ ബിഗ് ഇനഫ്, നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അക്നോളജ് ചെയ്യുന്നൊരു പ്രശ്നം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഷോർട്ട് ടേമിൽ ആൾക്കാർ എന്തുവേണം പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ നമ്മൾ റൈറ്റ് നമ്മൾ ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു സാധനമാണ് ചെയ്യുന്നത്, ആൾക്കാർ ഉപദ്രവിക്കാനുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് ബോധ്യം ഉണ്ടായതുകൊണ്ട് അതൊന്ന് ആ പ്ലാനായിട്ട് മുമ്പോട്ട് പോയി. ഒന്നിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ ഉള്ള ഫോക്കസ്. ആരെന്ത് പറയും, ആരെന്ത് ചിന്തിക്കും, ഇതൊന്നും നമ്മളെ ബോധരുന്നേ കാര്യമില്ല. വിമർശിച്ചിരുന്നില്ല, പക്ഷെ ആൾക്കാർക്ക് നീ ഇതാണോ ചെയ്യുന്നത്? എനിക്കൊരു നല്ലൊരു IT ജോബ് ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇതാണോ ചെയ്യുന്നത്, വേറൊന്നും നോക്കുന്നില്ലേ, ഇതൊരു നൗറിന്റെ ഒരു സൈഡ് ബിസിനസ് പോലെയാണോ, വേറൊന്നും നോക്കുന്നില്ല, ഇതൊരു ആൾക്കാർ ഉപയോഗിക്കാത്ത ആർക്കും വേണ്ടാത്തൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. ഇതൊരു സ്കെയിലബിൾ ബിസിനസ് ആവുന്ന പല ആൾക്കാർക്കും, നമ്മൾ അടുത്തറിയുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവഞ്ച്വലി നമ്മളത് പ്രൂവ് ചെയ്തപ്പോൾ ആൾക്കാർ ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറി. ഇപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. പക്ഷെ ഇനീഷ്യലി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ആരും ഉപയോഗിക്കാത്ത ഇത് വെച്ച് നിങ്ങൾ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കും, മാക്സിമം പോയാൽ കുറച്ച് ആൾക്കാർ വാങ്ങിയിട്ട് ഇത് നിൽക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ നമ്മളെ വിഷനും കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു. നസീഫിന്റെ വിഷൻ ഭയങ്കരമാണ്. ഇപ്പൊ നിങ്ങൾ 7-8ഓളം പ്രോഡക്റ്റുകൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. എത്രയുണ്ട്? 11 പ്രോഡക്റ്റ് നിങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം അവയർനെസ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീകളുടെ കാര്യത്തിൽ അവയർനെസ് ഭയങ്കര നിർബന്ധമാണ് നമ്മുടെ പ്രത്യേകിച്ച് ആ ടൈമിലുള്ളത്. ഇപ്പോഴും പലർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളാണോ ഈ കൊച്ചിയിൽ ഒരു മെൻസ്ട്രൽ കപ്പിന്റെ ഒരു ഇത് ഹൈബീഡനുമായിട്ട് ചേർന്ന് നടത്തിയത്? ഓക്കെ, ഞാൻ ആ സമയത്ത് ലൈക്ക് ഇപ്പൊ എനിക്ക് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട് മെട്രോ ആയിട്ട് ചേർന്നിട്ട് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? നമ്മൾ അങ്ങനെ ലൈക്ക് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൈമറി വി ഗിവ് ഇമ്പോർട്ടൻസ് ടു അവയർനെസ്. ബിക്കോസ് പ്രൊഡക്ട്സ് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഫെമിസേഫ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വേറെ ബ്രാൻഡ്സും ഉണ്ടായിരുന്നു കേരളത്തിലല്ല, ലൈക്ക് ഔട്ട്സൈഡ് കേരള വേറെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആൾക്കാർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളത് ബിക്കോസ് അവർക്ക് റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇതിന് ചുറ്റും കുറേ പേടി ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എങ്ങനെ ഉപയോഗിക്കും, ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ ആക്ച്വലി ബ്രിഡ്ജ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഫെമിസേഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുമ്പം വി വിൽ ലൈക്ക് ഓക്കെ കോവിഡിൻ്റെ സമയമാണ്, അപ്പം ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്. എത്രയും ആൾക്കാരെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ ഫെമിസേഫിന് തുടങ്ങിയ സമയത്ത് നമ്മൾ പോസ്റ്റ്സ് ഇടാൻ തുടങ്ങി. അത് ഇനീഷ്യലി നമ്മൾ പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പം ബിക്കോസ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പീരിയഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഇൻസെൻസിറ്റീവ് ടോപ്പിക്സ് ഉണ്ടാവും. ആ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുമ്പം നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ ഇമേജ് എന്തെങ്കിലും ബാധിക്കും. ബട്ട് വി വിൽ ലൈക്ക് കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ബിക്കോസ് ഈ ഇൻഫർമേഷനൊക്കെ ആൾക്കാർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഓരോ റീൽസും ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മളൊരു കോളേജിൽ നമ്മളെ അപ്രോച്ച് ചെയ്തു. അതായത് അവരിങ്ങനെ എന്തോ റീൽ എന്തോ കണ്ടിട്ട് അവർക്ക് ഒരു ഓൺലൈൻ സെഷൻ മെൻസ്ട്രൽ അവയർനെസ്സിന് ഓൺലൈൻ സെഷൻ അന്നേരം കോവിഡ് ആയതുകൊണ്ട്. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, കൊള്ളാലോ ഇത്. ഇറ്റ്സ് ലൈക്ക് ഒരു 100 കുട്ടികളുണ്ടായിരുന്നു. അവർ ഒരു അവയർനെസ് സെഷൻ എടുക്കാൻ പറ്റുമോ, കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനല്ലേ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വി വർ ലൈക്ക് ഓക്കെ ഫൈൻ. എന്നിട്ട് പിന്നെ നമ്മൾ ആ രീതിയിലേക്ക് പോയി. അതായത് കോവിഡ് കഴിഞ്ഞ ശേഷം നമ്മൾ ഓഫ്ലൈൻ അവയർനെസ് സെഷൻസ് എടുക്കാൻ തുടങ്ങി. കോളേജസിൽ, സ്കൂൾസിൽ, അതേപോലെ കോർപ്പറേറ്റ്സിൽ. ബിക്കോസ് വിമൻ സ്ത്രീകൾ വർക്ക് ഫോഴ്സിലേക്ക് കൂടുതൽ വരാണ്. ഓഫീസസിൽ കൂടുതൽ സ്ത്രീകളുണ്ട്. അപ്പം അവർക്കും ഇത് പാഡ്സ് റെഗുലർലി ചേഞ്ച് ചെയ്യുന്ന പ്രശ്നമാണ്, ഡിസ്പോസിങ് ഒരു ഇഷ്യൂ ആണ്. അപ്പം അവരെയും ഈ ഒരു
മെൻസ്ട്രൽ കപ്പ് യൂസേജിലേക്ക് മാറ്റാം. പക്ഷെ അവർക്ക് പേടിയുണ്ട്. അപ്പം കുറെ കോർപ്പറേറ്റ്സ് ആയാലും ഓഫീസിലായാലും അവർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ദി കോൾ മീ എന്നിട്ട് നിന്ന് അവയർനെസ് സെഷൻ കണ്ടക്ട് ചെയ്യും എന്നുള്ളത്. എന്നിട്ട് അവർ തന്നെ മെൻസ്ട്രൽ ഡിസ്ട്രിബ്യൂഷനും നടത്തും അവരുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്. അപ്പം ദാറ്റ് ഈസ് വൺ വേ ഹൗ വി ടേക്ക് ഇറ്റ് ഫോർവേഡ്, ഒരു അവയർനെസ് നടത്താന്നുള്ളത്. ഈ അവയർനെസ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത്? മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗമാണോ അതോ നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ? എല്ലാം, എവറിഥിങ്. ഐ ഇൻക്ലൂഡ് ഈവൻ അനാറ്റമി. ഓ. അതായത് ഇനീഷ്യലി ഞാൻ എടുക്കുമ്പം ഞാൻ എന്താണ് പീരിയഡ്സ്, പിന്നെ മെൻസ്ട്രൽ കപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, എത്ര പീരിയഡ് പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫെമിസേഫ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പ്രോഡക്ട്സും ഇതൊക്കെ ഇടുമ്പം മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ചോദിച്ചു വരുന്ന ആൾക്കാർ, പല ആൾക്കാരും, അതായത് ഞാൻ നോട്ടീസ് ചെയ്ത സംബന്ധം വെച്ചാൽ സ്ത്രീകൾ മെൻസ്ട്രൽ കപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിൻ്റെ കൂടുതൽ അവർ ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഇത് ഞാൻ എവിടെയാണ് ഇടേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പീരിയഡ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത് അവിടെ. അപ്പോൾ അവർ ചോദിക്കുക ഇതിട്ട് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പറ്റുമോ എന്ന്. അതും ചോദിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ 2ഉം 3ഉം നോർമൽ ഡെലിവറി പ്രസവിച്ച ആൾക്കാരാണ് ഇത് ചോദിക്കുന്നത്. അത്രക്ക് പോലും കുറേ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ ബോഡിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ അനാറ്റമി ക്ലാസ് എടുക്കും. ദാറ്റ് ഇസ് ഫോർ ഷുവർ. അതായത് സ്ത്രീകൾക്ക് 3 ഹോൾസ് ഉണ്ട്. ഇത് ഇന്നേതാണ് ഹോൾസ്, ഇവിടെയാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഐ ഓൾസോ ടോക്ക് അബൌട്ട് ഹൈമൻ, കന്യാചർമ്മം, മെൻസ്ട്രൽ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്നും പറ്റില്ല. അതിൻ്റെ ഒരു ടോപ്പിക് ആയിട്ട് തന്നെ ചോദിക്കാനായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് പലർക്കും ഇപ്പം ഞാൻ ശരിക്കും ചോദിക്കേണ്ടത് എവിടെയാണ് മെൻസ്ട്രൽ കപ്പ് അങ്ങനെയല്ല, മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ അപ്പം പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും അങ്ങനെയല്ല, കമ്മ്യൂണിറ്റി ലൈക്ക് നിങ്ങളൊരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത്. അവിടെ സ്ത്രീകളെ കുറച്ചുകൂടെ ഹൈഡ് ചെയ്തപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. ഇപ്പൊ അതിന് മാറ്റമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ കന്യാചർമ്മം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ട്, ഇല്ല എന്നല്ല, മറ്റുള്ള ബോഡി ഇതൊക്കെ ഭയങ്കര സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നിങ്ങളിത് അവതരിപ്പിക്കുന്നത് തന്നെ? കാരണം ഇത് കന്യാചർമ്മത്തിനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ പോലെ പല സ്ത്രീകൾക്കും അവനവന്റെ ബോഡിയിലെ അനാറ്റമിയെ കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് നിങ്ങളിത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഇയാളെ ശരിക്കും എങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തേ? നൗറിന് പറയാൻ എളുപ്പമാണ്, കാരണം നൗറിന് അറിയാം, നൗറിന് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നൗറിന് സിമ്പിളായിട്ട് അത് പറയാൻ പറ്റും. പക്ഷെ വേറൊരാളുടെ അനുഭവം അല്ലെങ്കിൽ നൗറിൻ്റെ അനുഭവം പഠിച്ചിട്ട് അത് മറ്റൊരാളിലേക്ക് പറയണമെങ്കിൽ, അതൊരു പുരുഷനോട് പോലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരുന്നു? കറക്റ്റ്. എനിക്ക് ഞാൻ ഡയറക്റ്റ് ഫേസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നൗറിന് പറഞ്ഞിട്ടുള്ള അറിവാണ് മോസ്റ്റ്ലി ഉള്ളത്. പിന്നെ നമ്മൾ വായിച്ചതും പഠിച്ചതും നമ്മൾ കുറച്ച് നാളല്ലേ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഇതിൽ നമ്പർ 1 സാധനം എന്ന് വെച്ചെങ്കിൽ ഇത് കുറേയൊക്കെ ആൾക്കാർ കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കുറേ ആൾക്കാർക്ക്. ഇതൊന്നും ശരിക്കും റിലീജിയൻ അല്ല, ശരിക്കും സയൻസ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇതിലൊന്നും പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ സാധനങ്ങളിലാണ് മെയിൻ പ്രോബ്ലം. ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളിതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുക, ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതും പല ആൾക്കാർക്കും ഇല്ല. ആൾക്കാർക്ക് തുറന്നു തുടങ്ങി എന്നെ ജഡ്ജ് ചെയ്യോ അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ല, ആ ഒരു ബ്ലോക്കാണ് പല ആൾക്കാരുടെയും പ്രശ്നം. നമ്മൾ ഫസ്റ്റ് ഉള്ളതുപോലെ പറയാം. ആൾക്കാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതൊന്നും വലിയ പാപമാണെന്നുള്ള ഫീലിംഗ് മാറ്റിയിട്ട് ഇത് നോർമലാണെന്ന് പറഞ്ഞാൽ തന്നെ പകുതി ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം വരും. ആൾക്കാരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് നോർമലാവും. അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മെയിൻ പണി ടോപ്പിക്ക് നോർമലൈസ് ചെയ്യാം. ആൾക്കാരെ 10 ആൾക്കാരോട് നമ്മൾ പറയാണ് ഇത് ബേസിക് ഹ്യൂമൻ ബയോളജിയാണ്, ഇത് അതായത് ബേസിക് റിക്വയർമെൻ്റ് ആണ്, ഇതിൽ നിങ്ങൾ നാണിക്കാനൊന്നുമില്ല. അവർ പോയിട്ട് വേറെ 10 ആൾക്കാരോട് പറയും. അങ്ങനെ ഇത് ചെയിൻ എഫക്റ്റ് സൊസൈറ്റീൻ്റെ ഇടയിൽ ഇത് നോർമലൈസ് ആവും. നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മൾ മെയിൻ പണി ബേസിക് അതായത് കുറച്ച് ആൾക്കാർ അവെയർ ആക്കാൻ, കുറച്ച് ആളുകളിലേക്ക് എത്തിയാൽ അവർക്ക് അതിപ്പം അനുഭവിക്കാതെ അത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾ ഈ സമയങ്ങളിൽ അനുഭവിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ്. നമുക്കത് ഏറ്റവും കൂടുതൽ ഇരുന്നിടത്ത് എണീക്കാനാ പാട്. എണീക്കുമ്പോൾ ഫസ്റ്റ് തിങ്സ് എന്തെങ്കിലും പറ്റിയോ എന്നൊരു ചിന്തയുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം അവർ ഇതിൽ തന്നെ ചോദിക്കുന്ന 2-3 സംശയങ്ങളായിട്ട് തന്നെ ഞാൻ ചോദിക്കാം. ഒന്ന്, പാഡ് വെച്ചാൽ നമ്മളിതിൽ കപ്പിൽ എങ്ങനെയാണ്, എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യണം? അപ്പം എല്ലാവരും പറഞ്ഞ് ആ കപ്പിനകത്ത് തന്നെ എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ ഓരോ, ഇപ്പം ഞാൻ വണ്ണമുള്ള ആളാണ്, നൗറിൻ വണ്ണമില്ലാത്ത ആളാണ്, എന്നെ കഴിഞ്ഞ് കൂടുതലുള്ളവരുണ്ട്, അവർക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ്? പിന്നെ ഇത് ഇപ്പോൾ ഒരു തവണ വാങ്ങിച്ചാൽ അത് എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ലൈക്ക് ഇതിന് നമ്മൾ അറിയാം പാഡ് വെച്ചാലും ഈ ബ്ലഡിൽ ഇരുന്ന് കഴിഞ്ഞ സ്മെല്ല് ഉണ്ടാകും. ഈ
പാഡ് അബ്സോർവ് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് നിശ്ചിത മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ അണുക്കൾ വരും. അങ്ങനെയെങ്കിൽ പാഡ് വെക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ എങ്ങനെയാണ് ഒന്ന് പറയാമോ? സോ മെൻസ്ട്രൽ കപ്പും പാഡും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ പാഡിൽ ബ്ലഡ് അബ്സോർബ് ആവാണ്. സോ ബ്ലഡ് അബ്സോർബ് ആവാം നമ്മൾ ഓരോ പ്രാവശ്യം വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മളിപ്പം യൂറിൻ പാസ് ചെയ്യാനായാലും സ്റ്റൂള് പാസ് ചെയ്യാനായാലും നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ പാൻറ് ഊരുന്നു. അപ്പം ഈ ഒരു പാഡ് എയറിലേക്ക് എക്സ്പോസ് ആവാണ്. എയറിൽ എക്സ്പോസ് ആവുമ്പം ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ഓക്സിഡൈസ് ആവും, ഇതേപോലെ അണുക്കൾ വരും. ആൻഡ് ഈ ഒരു ബ്ലഡ് ഇപ്പം ഞാൻ ഏതൊരാളടുത്തും ചോദിക്കുമ്പം അവർ പറയുന്നത് ബ്ലഡ് പീരിയഡ് ബ്ലഡ് ഭയങ്കര മോഷൻ സ്മെല്ലാണ്. ആക്ച്വലി ഇതേ ബ്ലഡ് നമ്മൾ മെൻസ്ട്രൽ കപ്പിൽ വരുമ്പം ഈ ബ്ലഡിന് ഒരു ബാഡ് സ്മെല്ലും ഇല്ല. സോ ബേസിക്കലി പീരിയഡ് ബ്ലഡ് നമ്മളെ ബോഡിയിൽ വേറെ ഏത് ഭാഗത്തുള്ള ബ്ലഡിന്റെ അതേ സ്മെല്ലാണ് ഉള്ളത്. ഇറ്റ് സ്മെൽസ് ലൈക്ക് അയൺ. ഈ പാഡിൽ നിന്ന് ബ്ലഡിന് ബാഡ് സ്മെല്ല് വരുന്നത് ഇസ് ബിക്കോസ് ഇത് ഓരോ പ്രാവശ്യം എയർ ആയിട്ട് കോൺടാക്ട് വരുമ്പോഴും അതേപോലെ നമ്മളെ വേർപ്പും ഇതിനോടൊക്കെ കൂടിയിട്ട് ഇറ്റ് ബിക്കംസ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ ജേംസ് ആൻഡ് ബാക്ടീരിയ. അങ്ങനെയാണ് ഈ ബാഡ് സ്മെല്ല് വരുന്നത് ആക്ച്വലി. അപ്പം ഇത് ഓൾറെഡി പാഡിൽ അബ്സോർബ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേർപ്പും ഇതൊക്കെ കൂടിയിട്ട് അത് എന്തായാലും ജേംസ് ബാക്ടീരിയ ഒക്കെ വരും. അതേ സമയത്ത് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ സീൽഡ് ആണ്. അതായത് എക്സ്റ്റേണൽ എയർ ആയിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. നമ്മൾ വാഷ്റൂമിൽ പോകുന്നു, മെൻസ്ട്രൽ കപ്പ് റിമൂവ് ചെയ്യുന്നു, അതിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ കപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സിങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് നമ്മൾ കളയുന്നു. കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബ്ലഡും ഈ ഒരു എയറുമായിട്ട് കോൺടാക്ട് വരുന്നില്ല. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രഷ് മെൻസ്ട്രൽ കപ്പാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം മെൻസ്ട്രൽ കപ്പിൽ കളക്ഷൻ ആണ് സംഭവിക്കുന്നത്, ബ്ലഡ് കളക്ട് ആണ് ചെയ്യുന്നത്. അപ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഒരു 8 hours വരെ നമുക്ക് ഈസിലി ഇടാം. 8 hours വരെ യു ക്യാൻ ഈസിലി വെയർ അപ് ടു 8 hours ബിക്കോസ് ഒരു മെൻസ്ട്രൽ കപ്പ് ആവറേജ് 25 ml ബ്ലഡ് ഹോൾഡ് ചെയ്യും. നമ്മൾ ഓൺ ആൻ ആവറേജ് ഒരു ഫീമെയിൽ ബ്ലീഡ് ചെയ്യുന്നത് 7.5 to 15 ml ആണ് ഒരു ദിവസത്തിൽ. അതേസമയത്ത് പാഡിലാകുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ മേ ബി ഒരു 30 ml വരെ ബ്ലഡ് അബ്സോർബ് ചെയ്യുമായിരിക്കും. പക്ഷേ അത് മൊത്തം സ്പ്രെഡ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ വിയർപ്പും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കംഫോർട്ടാണ്. സോ ഇതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അതൊന്ന്. പിന്നെ സ്മെല്ല് പിന്നെ എന്താ പറയുക അതിൻ്റെ കൂടുതൽ റാഷസ് ഇത് മൊത്തം സൈഡിൽ ഇതായിട്ട്. സോ മെൻസ്ട്രൽ കപ്പിനൊരു സംഭവം വെച്ചാൽ കൺവീനിയൻ്റ് ആണ്. ഒന്ന് കൺവീനിയൻ്റ് ആണ്, പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. എല്ലാവർക്കും ഒരേ ഇതാണോ സൈസ് എന്ന് പറയുന്നത്? ഇപ്പം സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു 22 വയസ്സ് വരെ പറയുന്ന ആൾക്കാർക്കാണെങ്കിലും എസ്പെഷ്യലി ബിഗിനേഴ്സ് ആണെങ്കിലും സ്മോൾ സൈസ് ആണ് നമ്മൾ പറയുന്നത്. യു കെൻ ഗോ ഫോർ സൈസ് സ്മോൾ. അബൌട്ട് 22 സമയം ബിറ്റ്വീൻ 22 to 25, 30 ആണെങ്കിൽ യു കെൻ ഗോ ഫോർ മീഡിയം സൈസ്. ഇനി ഇതേ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ സൈസ് ലാർജ്. ഓക്കെ ബിക്കോസ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ യുവർ വെജൈനാസ് കപ്പാസിറ്റി ഈസ് മോർ. അത് വെജൈന കപ്പാസിറ്റി മോർ ആണ്, വെജൈന വലുതെന്നല്ല. വെജൈനാസ് കപ്പാസിറ്റി ഈസ് മോർ. പിന്നെ ചില ആൾക്കാർക്ക് ഡെലിവറി കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ബട്ട് പൊതുവേ നമ്മൾ പറയുന്നത് ഏതൊരു കേസിലായാലും നിങ്ങളിപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ പൊതുവേ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ മീഡിയം സൈസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ടൈറ്റ് ആണ് അല്ലെങ്കിൽ അത് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തോളൂ, പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾ വലിയ സൈസ് വാങ്ങിച്ചു എന്നിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ അല്ല, അപ്പം നമുക്കൊരു ഈ കപ്പ് എനിക്ക് റെഡി അല്ല എന്നുള്ളൊരു ബാഡ് എക്സ്പീരിയൻസ് വരണ്ട. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സൈസ് കുറവെടുക്കാം. എന്നിട്ട് അത് ഓക്കെ ഇല്ലെങ്കിൽ ദെൻ ഗോ ഫോർ 1 size ബിഗ്. ഇത് ആക്ച്വലി അതാണ് ഇപ്പം ഇത്രയും ഫീമെയിൽസ് ഉണ്ട്, ഓരോ ആൾക്കാരും ഓരോ ബോഡി ടൈപ്പാണ്. അപ്പം നമുക്ക് എത്ര നമ്മൾ ഇതാക്കി കഴിഞ്ഞാലും കുറേ ഈ ഇപ്പം ഫ്ലോ, നമ്മളെ ഏജ്, നമ്മളെ ബോഡീൻ്റെ ബോഡി ബിൽഡ് ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, എല്ലാം ഓവർലാപ്പ് ചെയ്യും. അപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും സൈസ് ഒന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് ഡെലിവറി കഴിഞ്ഞാണ് പക്ഷെ എനിക്ക് 22 വയസ്സേ ഉള്ളൂ. പക്ഷെ 22 വയസ്സുള്ള ആൾക്കാർക്ക് സാധാരണ നമ്മൾ സ്മോൾ ആണ് സജസ്റ്റ് ചെയ്യാറ്. ഇവരൊരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്നാൽ ലാർജ് എടുത്തോ പക്ഷെ എനിക്ക് ഫ്ലോ കുറവാണ്. അപ്പോൾ ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചില സമയത്ത് ട്രയൽ ആൻഡ് എറർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വിവലേക്ക് ഓക്കെ ദിസ് ഇസ് എ പ്രോബ്ലം ബിക്കോസ് ചില സമയത്ത് കസ്റ്റമേഴ്സ് പറയും നിങ്ങളല്ലേ ഈ സൈസ് പറഞ്ഞത് എന്നിട്ടാണ് ഞങ്ങൾ എടുത്തത്. സോ വി വിൽ ലൈക്ക് ലെറ്റ്സ് ഡു വൺ തിങ്, നമ്മുടെ വെബ്സൈറ്റിൽ ഫൈൻഡ് യുവർ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഫിസിക്കലി എത്ര ആക്റ്റീവ് ആണ്, ബിക്കോസ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ബ്ലഡ് ഫ്ലോ സ്മൂത്തുമായിരിക്കും, കൂടുതലുമായിരിക്കും. അതുപോലെ സെക്ഷലി ആക്റ്റീവ് ആണോ, നിങ്ങളുടെ ബോഡി സൈസ് എന്താണ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൽഗോരിതം റൺ ചെയ്തിട്ട് മോസ്റ്റ് ആക്യുറേറ്റ് സൈസ് നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട് മേ ബി
ഓരോ ആൾക്കാർക്ക് നിങ്ങളെ കംഫർട്ടാണ് അറ്റ് ദി എൻഡ്. ഇത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഒരു സൈസ് താഴെ എടുക്കുക അല്ലെങ്കിൽ ഒരു സൈസ് മുകളിലെടുക്കുക. ബിക്കോസ് മെൻസ്ട്രൽ കപ്സ് അങ്ങനെയാണ്. ഞാൻ തന്നെ ഒരു 3-4 മെൻസ്ട്രൽ കപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് പെർഫെക്റ്റ് സൈസ്. ബിക്കോസ് ഇത് നിങ്ങൾ 3-4 സൈസ് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ലാഭമാണ്. ഒരു പ്രാവശ്യം പെർഫെക്റ്റ് ഫിറ്റ് മെൻസ്ട്രൽ കപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ then you sorted for the next ഒരു 10 years. ഒരു ടെൻഷനും ഇല്ല. ഈ ഒരു സെയിം പ്രോഡക്റ്റ് യു ക്യാൻ യൂസ് ഇറ്റ് അപ് ടു 10 years. പക്ഷെ യൂഷ്വലി നമ്മളൊരു 3-4 years ആകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ചേഞ്ച് ചെയ്യും, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളൊരു 4 വർഷം കൂടുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്താലും ഒരു മെൻസ്ട്രൽ കപ്പിന് 300-400 rupees ആണ്. യു ആർ യൂസിങ് ഇറ്റ് ഫോർ 5 years. അതേ സമയത്ത് ഒരു പാഡിന്റെ പാക്കറ്റിന് എത്ര 200 rupees. ഏകദേശം 1 ലക്ഷം രൂപ ലാഭിക്കും ലൈഫ് ടൈം. അതന്നെ വലിയ ക്യാച്ചിങ് ആണ്. Exactly. നമ്മൾ അറിയുന്നില്ല ഈ ഒരു സമയത്ത്. പിന്നെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് നമ്മുടെ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കാം. ഈ മെൻസ്ട്രൽ കപ്പില് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തേണ്ടത് കന്യാചർമ്മം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അവർക്ക് അതൊക്കെ ഭയങ്കര പേടിയുണ്ട്. എന്താണ് അതിനെ കുറിച്ച് ഇതുമായി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്? സോ ഞാൻ വാട്ട് ഐ യൂഷ്വലി സേ ഈസ്, നമ്മളിപ്പം ഞാൻ എപ്പോഴും സെഷൻ എടുക്കുമ്പോൾ ഞാൻ അതിലൊരു സ്ലൈഡ് ഉണ്ട് എനിക്ക്. അപ്പം അതിൽ കന്യാചർമ്മവും നമ്മളെ വെജാനൽ ഓപ്പണിങ്ങും മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് കന്യാചർമ്മവും വെജാനൽ ഓപ്പണിങ്ങും നമുക്ക് അത് ഇതാക്കാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ബിക്കോസ് കന്യാചർമ്മം നമ്മളേത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും ഇത് സാധാരണ ഒരു വെജാനൽ ഓപ്പണിങ് ഇൻസ്പെക്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനായാൽ പോലും ദേ കാൺട്ട് ടെക്നിക്കലി ഫൈൻഡ് ദ ഹൈമൻ. ബിക്കോസ് ഹൈമൻ കുറേ ആൾക്കാരെ വിചാരം എന്ന് വെച്ചാൽ വേർജിനിറ്റി നമുക്ക് എന്താ പറയുക, നമ്മളൊരാൾ വേർജിൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണെന്നാണ്. സോ ടെക്നിക്കലി നമ്മൾ ഈ ഹൈമൻ അല്ലെങ്കിൽ കന്യാചർമ്മത്തിൻ്റെ ആകെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ വെജാനയിലേക്ക് മൈക്രോ ഓർഗാനിസംസ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ചില ആൾക്കാർ വിചാരം വെച്ചാൽ ഇതിപ്പം നമ്മളെ വെജാനൽ ഹോൾ ആണെങ്കിൽ കന്യാചർമ്മം ഇസ് ലൈക്ക് എ സീൽ. ഇറ്റ് ഈസ് നോട്ട് എ സീൽ. ഇഫ് ഇറ്റ് വാസ് എ സീൽ, നമ്മളെ പീരിയഡ് ബ്ലഡ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് എ കേർട്ടൻ. അതായത് ഒരു ഡോറിനുള്ള കേർട്ടൻ ആണ്, ഒരു വാളിൽ ഒരു കേർട്ടൻ വെച്ച പോലെയാണ്. ഇറ്റ്സ് നോട്ട് എ ഡോർ. അങ്ങനെ ഡോർ ആണെങ്കിൽ അത് ശരിക്കും അത് സീല് പോലെ ആണെങ്കിൽ അത് ആക്ച്വലി ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ കന്യാചർമ്മം നമ്മൾ ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ പീരിയഡ് ബ്ലഡ് എങ്ങനെ പുറത്തേക്ക് വരും, നമ്മുടെ ഡിസ്ചാർജ് എങ്ങനെ പുറത്തേക്ക് വരും, കുഞ്ഞുങ്ങൾ എങ്ങനെ പുറത്തേക്ക് വരും ഇഫ് ഇറ്റ് വാസ് എ സീൽ? കുറെ ആൾക്കാർ വിചാരം ഓക്കെ അത് സീലാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ബിക്കോസ് കുറെ ആൾക്കാർ പണ്ട് മുതലേ കുറെ പറഞ്ഞ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അതൊക്കെ പൊളിക്കുവാണല്ലോ. എക്സാക്ട്ലി. എന്നിട്ട് അത് മാത്രമല്ല, അപ്പൊ ഞാൻ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് ഞാനെപ്പോഴും സെഷൻ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യില്ല? അപ്പോൾ കുറേ പേര് അത് വീട്ടിലെ അമ്മ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി, ഇങ്ങനെയാണ് പറയുന്നത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയില്ല. ഞാൻ പറഞ്ഞു അതെന്താ കല്യാണം കഴിഞ്ഞിട്ട്? അപ്പോൾ അവരൊന്നും മിണ്ടില്ല. അപ്പം ഞാൻ പറയും വെർജിനിറ്റി പോകുന്നതുകൊണ്ടാണോ? പോകുന്ന മാത്രമല്ല, നെക്സ്റ്റ് ഒരു സാധനം ഉണ്ട്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഈ കപ്പ് വെക്കുമ്പോൾ ഹാള് വലുതാവും എന്നുള്ളത്. സോ ഐ ടെൽ ദം ദാറ്റ് സി വൺ തിങ് ഇസ് ദ ഡെഫിനിഷൻ, ബയോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് വെർജിനിറ്റി ഇസ് a virgin is somebody who has not had sexual intercourse. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ നാളെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഗൈനക്കോളജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗൈനക്കോളജിക്കൽ ഇഷ്യൂ വന്ന് ഡോക്ടർ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉള്ളിലിട്ട് ദാറ്റ് മീൻസ് വി ആർ നോട്ട് എ വെർജിൻ എനിമോർ. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്, റൈറ്റ്? വെർജിനിറ്റി മീൻസ് സംബഡി ഹു ഹാസ് നോട്ട് ഹാഡ് സെക്ഷൽ ഇന്റർകോഴ്സ്, അവരാണ് വെർജിൻ. അതേപോലെ തന്നെയാണ് വെർജിൻ ഡ്രിങ്കർ. ഇതുവരെ കുടിക്കാത്ത ഒരാളാണ് വെർജിൻ ഡ്രിങ്കർ. വെർജിൻ സ്മോക്കർ സംബഡി ഹു ഹാസ് നോട്ട് സ്മോക്ഡ്. ഇറ്റ് ഇസ് ദാറ്റ് ഇസ് ഇറ്റ്. അല്ലാണ്ട് ദിസ് ഹോൾ സൊസൈറ്റി ഉണ്ടാക്കിയൊരു സംഭവമാണ് ഉള്ളിൽ എന്തിട്ട് കഴിഞ്ഞാലും വെർജിനിറ്റി പോകും എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാവം അവിടെ ഉള്ള ഒരു ചെറിയൊരു കന്യാചർമ്മം. അത് ചില ആൾക്കാർക്ക് ഇല്ല. സം പീപ്പിൾ ഡോണ്ട് ഇവൻ ഹാവ് ഇറ്റ്. പിന്നെ ചിലപ്പോൾ നമ്മൾ സൈക്ലിംഗ് അല്ലെങ്കിൽ എക്സസീവ് സ്ട്രെയിനേഴ്സ് ആക്ടിവിറ്റി ചെയ്ത് തന്നെ അത് സ്ട്രെച്ച് ആവും. ബിക്കോസ് അത് ചെറിയൊരു ടിഷ്യൂ ആണ്. അപ്പോൾ ആ ടിഷ്യൂ സ്ട്രെച്ച് ആയാലും സ്ട്രെയിൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ടിഷ്യൂ ആണ്, അത് ഹീലാവും ഓട്ടോമാറ്റിക്കലി. അത്രേ ഉള്ളൂ. പിന്നെ ഈ മെൻസ്ട്രൽ കപ്പ് ഉള്ളിലിട്ടാൽ വെജാന എക്സ്പാൻഡ് ആവും എന്നുള്ളത്. അപ്പോൾ ഐ ആസ്ക് പീപ്പിൾ വൺ ക്വസ്റ്റൻ, അങ്ങനെയാണെങ്കിൽ 1-2 ഡെലിവറി വെജാനൽ ഡെലിവറി കഴിഞ്ഞ ആള് 3ാമത്തെ പ്രാവശ്യം പ്രഗ്നന്റ് ആകുമ്പം അവർക്ക് ദാറ്റ് മീൻസ് ദർ വെജാന ഇസ് ഓൾറെഡി എക്സ്പാൻഡഡ്, റൈറ്റ്? ദെൻ വൈ ഡു ദേ ഹാവ് ടു പുഷ്? കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരില്ലേ if their vagina is already expanded after first and second delivery? Nalla question nalle. Yeah, alla seriously then it's very easy, no? First delivery, second delivery, okay, your vagina is expanded. Third delivery, just വെറുതെ ചെന്നിട്ട് എന്താ പറയുക, ഇരുന്നാ മതി. The baby will automatically come. That's not how it is. Your vagina is an expandable organ. അത് ആവശ്യമുള്ള സമയത്ത് എക്സ്പാൻഡ് ആവും.
ആവശ്യമില്ലാത്ത സമയത്ത് ഇറ്റ് വിൽ കോൺട്രാക്ട്. അതുകൊണ്ടാണ് ദ ക്ലാസിക് എക്സാമ്പിൾ ഐ ഗിവ് ഇസ് ഇപ്പൊ നമ്മളൊരു കൺസെൻഷ്വൽ സെക്സ് ചെയ്യുമ്പം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ബിക്കോസ് യുവർ വെജൈന ഇസ് റെഡി ടു അക്സെപ്റ്റ് തിങ്സ്. പക്ഷെ നമ്മളൊരു റേപ്പിന്റെ സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആവും, ബിക്കോസ് വെജൈന കൺട്രാക്ട് ആവും, അതുകൊണ്ട് നമുക്ക് പെയിന് വരുന്നത്. സോ വെജൈന ക്യാൻ കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ് അതിന് ആവശ്യത്തിന്. ഇതൊക്കെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഉള്ളിലിട്ടാലും വെജൈന എക്സ്പാൻഡ് ആവും. നമുക്ക് യു ഹാവ് ടു സീ ദ DMs വി ഗെറ്റ്. വെജൈന ടൈറ്റ് ചെയ്യാനുള്ള ക്രീം ഉണ്ടോ? വി ഗെറ്റ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. നമ്മളെ വെർജിനിറ്റി തിരിച്ചു കിട്ടാനുള്ള ക്രീംസ് ഉണ്ടോ? വെർജിനിറ്റി തിരിച്ചു കിട്ടാനുള്ള പിൽസ് ഉണ്ടോ? ഫസ്റ്റ് തിങ് കോമഡി ക്വസ്റ്റ്യൻസ്. ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് സംസാരിക്കാത്തുള്ള പ്രശ്നങ്ങളുണ്ട്. സംസാരിച്ചാൽ തന്നെ ആൾക്കാർ പകുതി മുക്കാലും അല്ല, അത് പുരുഷന്മാർക്കിടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. എന്റെ സ്ത്രീക്ക് അവള് വെർജിൻ ആയിരിക്കണം എന്നുള്ളത് ഉണ്ട്. അതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്, ഇതെന്താന്ന് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. It's like I think ipam it is getting better, because for a lot of people it doesn't matter, but I still remember like ഞാനൊക്കെ കോളേജ് ഉണ്ടാകുന്ന സമയത്ത് people used to be like, you know, എന്താ പറയുക, I have come across people that they were kind of people who will be like, especially men, like if I am marrying a girl I will ask her that if she's a virgin. To what extent is that thought? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് അത്രയും. ബട്ട് ഐ തിങ്ക് ടുഡേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. പക്ഷേ ഒരു മുൻകാലഘട്ടത്തിലെ പേരൻസ് ഉണ്ട് ഇപ്പുറത്തുനിന്ന് പറയാൻ. യെസ്, മനസ്സിലായി. കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിച്ചിട്ട് മതി എന്ന് പറയുന്ന ഒരു പേരന്റിംഗ് ഉണ്ട്. അത് ചില കുട്ടികൾ എടുക്കാറുണ്ട്. പിന്നെ ഇതൊരു റെവല്യൂഷൻ പോലെയാണ്. റെവല്യൂഷൻ ഡസന്റ് ഹാപ്പൻ ഓവർനൈറ്റ്. അതിന് അതിൻ്റെതായ ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ വി ആർ, നമ്മൾ മുമ്പോട്ടേക്കാണ് പോകുന്നത്. അതാണ് ഒരു ഹോപ്പ്. നമ്മൾ ബാക്കോട്ടേക്കല്ല. അധികം ആൾക്കാർ മുമ്പോട്ടേക്കാണ് പോകുന്നത്. It will take maybe another decade or so, but okay. Even in the beginning we used to get some customers who want to use menstrual cup, പക്ഷേ husbands സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ കുറെ cases. But I hope it will sooner or later change, because ഞാൻ പറഞ്ഞില്ലേ, the more, അതായത് ആൾക്കാർക്ക് പൊതുവെ ഒരു ഹേർഡ് മെന്റാലിറ്റി ആണ്. ഓരോ സംഭവം കൂടുതൽ കോമൺ ആവും തോറും they accept it. പാഡ് ഇല്ലാത്തൊരു കാലത്ത് നിന്ന് എന്റെയൊക്കെ ചെറുതില് നമ്മള് തുണി അതിൽ നിന്ന് പാഡിലേക്ക് വന്നല്ലോ. അതാണ് നമ്മൾ ഒരു കാര്യം ഫസ്റ്റ് തുടങ്ങി വെച്ചിരുന്നത്. നിങ്ങളുടെ കല്യാണ സമയത്താണ് ബിസിനസ്സിലേക്ക് വന്നത്. ഓക്കെ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഹണിമൂൺ ഒന്നും ഇല്ല, നേരെ ഇങ്ങോട്ടേക്ക്, നേരെ കൊച്ചിയിലേക്ക്. ഇതൊരു ഹണിമൂൺ പോയിട്ടില്ല. 3 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 4ാമത്തെ വർഷം. ഒരാഴ്ച കൂടി കഴിഞ്ഞെങ്കിൽ നമ്മുടെ 4th wedding anniversary ആണ്. നമ്മളെ ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഹാപ്പൻ ദ സെയിം ഇയർ. ഫെമിസേഫ് തുടങ്ങിയത്, അതായത് നമ്മുടെ കമ്പനിയുടെ ആനിവേഴ്സറി, ആർ വെഡിങ് ആനിവേഴ്സറി, and I think നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ആനിവേഴ്സറി, everything is in 2020. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്ത് എൻഗേജ്ഡ് ആയി, everything is 2020. ഓക്കെ, ഫെമിസേഫ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. ഇവര് കല്യാണം കഴിഞ്ഞതും കല്യാണ ദിവസവും ഇവരുടെ കമ്പനി സ്റ്റാർട്ടപ്പ് ആക്കിയതൊക്കെ ഇവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു അംബിഷനിൽ, അതായത് കുറച്ച് ആളുകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്നത് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ആ എന്താ പറയാ, നോറൻ പറഞ്ഞ പോലെ പാഡ് കൈകൊണ്ടെടുക്കാൻ, നമ്മളുടെ ശരീരത്തിലെ പാഡ് വെച്ചതുപോലെ നമുക്ക് എടുക്കാൻ മടിയാണ്. അതൊന്ന് ഇന്ന് കീറി ഇടാൻ പോലും ടോയ്ലറ്റ് മടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പോഴാണ് ഒരു കൂട്ടം പണിക്കാർ, അല്ലെങ്കിൽ അവരുടെ തൊഴിലാണത്, അവർക്കത് എടുത്തേ പറ്റുള്ളൂ നടത്തുന്നത്. നമ്മളിങ്ങനെ ഒരു സംരംഭം നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ 11ഓളം പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഡിസ്പോസിബിൾ അണ്ടർ ഗാർമെന്റ്സ് സംതിങ് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു പ്രോഡക്ട്സ്? നമുക്ക് 3 കാറ്റഗറി ആണ്. പീരിയഡ് കെയർ ഉണ്ട്, ഗ്രൂമിംഗ് ഉണ്ട്, ഇന്റിമേറ്റ് കെയർ ഉണ്ട്. പീരിയഡ് കെയർ കാറ്റഗറിയിൽ വരുന്ന മെയിൻ പ്രോഡക്റ്റ് ഓഫ് കോഴ്സ് മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസേഴ്സ്. പിന്നെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് ഉണ്ട്. പീരിയഡ് പാൻറ്റീസ്, ദാറ്റ് ഇസ് ലൈക്ക് 1 പീരിയഡ് പാൻറ്റി നമുക്ക് 1 full day യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ ആണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോട്ടൺ ആണ്, ബയോഡിഗ്രേഡബിൾ ആണ്. പിന്നെ ഉള്ളത് വി ഹാവ് വിങ്ഡ് പാൻറ്റി ലൈനേഴ്സ്. സോ ഈ പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് ഫോർ ബിഗിനേഴ്സ്. അതായത് കപ്പ് യൂസ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഫസ്റ്റ് ചിലപ്പോൾ 1-2 ദിവസം ലീക്കേജ് ഉണ്ടാവും. സോ അവർക്കൊരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ പോലെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിസ്ചാർജിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പനി നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ഐഡിയ ആയിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ധ്യാനിച്ചാൽ വരില്ലല്ലോ. 4 വർഷത്തിൽ നിങ്ങളുടെ ഒരു അധ്വാനമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇത്, ആദ്യത്തെ ഒരു കാലഘട്ടം? ഈ പറഞ്ഞ പോലെ അവയർനെസ് നമുക്ക് വാഗൊണ്ട് പറയാം, കേട്ടിരിക്കാൻ ആൾക്കാർ വേണം. അത് നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അത് നമ്മളെ ഫോർവേഡ് ചെയ്ത് പോകുന്നു. പക്ഷെ നെക്സ്റ്റ് തിങ് ഉണ്ട്, ഇത് നമ്മൾ നടപ്പിലാക്കുക. നമുക്ക് വാഗൊണ്ട് ആരോടും പറയാം, പക്ഷെ നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അതായത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്നാണ് ഒരു ശാസ്ത്രം എന്ന് വേണേൽ പറയാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഈ കൊച്ചിയിൽ ഇപ്പൊ ഈ നമ്മളിരിക്കുന്ന ഈ ഓഫീസിലേക്ക് വരെയുള്ളൊരു
നമ്മൾ ആദ്യം നമ്മളിത് ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടൊരു വെഞ്ചർ ആയിരുന്നു. നമ്മൾ കല്യാണം കഴിക്കാം, നമ്മൾ ചെയ്യുന്നുണ്ടായ ജോലി കണ്ടിന്യൂ എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ രണ്ടാളും ഉണ്ടായത്. ആ സമയത്താണ് കോവിഡ് വന്നതും നമ്മൾ രണ്ടുപേരും ഉണ്ടായ ജോബ് കളഞ്ഞു. അപ്പൊ നമ്മൾ ഒരു വക സേവിങ്സ് ഒക്കെ നമ്മൾ കല്യാണത്തിന് ചിലവാക്കി. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് കമ്പനി കൊടുക്കണം, കാശില്ല. ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇനീഷ്യലി തുടങ്ങി കഴിഞ്ഞെങ്കിൽ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നില്ല ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞത് കാലിക്കറ്റ് എന്നായിരുന്നു, ഞാൻ കാഞ്ഞങ്ങാട്. നമ്മൾ ഒരു പുതിയൊരു സംരംഭം അല്ലേ, നമുക്ക് പുതിയതൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങാൻ വെച്ചിട്ട് കൊച്ചിയിലേക്ക് വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു 6 മാസം നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ആയിരുന്നു ഓഫീസ്. കാരണം നമുക്ക് ഓഫീസ് എടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ആദ്യത്തെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇരുന്ന് ഓരോന്ന് പഠിച്ചെടുത്ത് ഇതെങ്ങനെ ഓർഡർ വന്നാൽ പ്രോസസ്സ് ചെയ്യണം, പാക്ക് എങ്ങനെ ചെയ്യണം, ഓർഡർ വരാൻ എന്ത് ചെയ്യണം. എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്ത് പരിചയമുണ്ട്. പിന്നെ അവരും കുറേ നാളായിട്ട് പീരിയഡ്സിനെ കുറിച്ചൊക്കെ സ്വന്തം സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ അത് വെച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെ ആദ്യം കുറച്ച് ഓർഡറൊക്കെ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു 5-6 മാസം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ തന്നെ പാക്ക് ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമർ സപ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ ഇരുന്ന് എല്ലാം ചെയ്തു. മാർക്കറ്റിംഗ് എല്ലാം ആദ്യത്തെ 6 മാസം നമ്മളിരുന്ന്. പിന്നെ നമ്മൾ വോളിയം കൂടി വരാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് എംപ്ലോയിനെ ഹയർ ചെയ്യണം, എംപ്ലോയിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓഫീസ് എടുത്തത്. അതെ, നമ്മൾ ഇവിടുന്ന് മാറാണ് ആക്ച്വലി. നമ്മൾ മച്ച് ബിഗർ സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. 10 days നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഇത് ആദ്യം എടുത്ത ഓഫീസാണ്. ഇപ്പൊ നമ്മള് കുറെ നാൾ ഇവിടെ വിക്ടുവർ എത്രയുണ്ട്? നമ്മളിങ്ങനെ ന്യൂസിനകത്ത് തന്നെ കണ്ടിരുന്നു 1.5 ലക്ഷമാണ്. 1.5 ലക്ഷം അല്ല, അത് 1.5 കോടി കഴിഞ്ഞ കൊല്ലായിരുന്നു. ഈ കൊല്ലം നമ്മളൊരു 3 floor റോഡ്സിന്റെ അടുത്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സൂപ്പർ, അടിപൊളി. കാരണം നമ്മൾ 2 രീതിയിലാണ്. ഒന്ന് അവയർനെസ് ആണ്, ഫിനാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. അതിനപ്പുറം നമ്മൾ 10 പേർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ പാഡ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ, അത് കണ്ടിട്ട് എനിക്കൊക്കെ ഭയങ്കര കുളിര് കോരിയൊരു സീനാണ്. കാരണം അന്നത്തെ ഇതൊരു വിപ്ലവമാണ്. പുള്ളി അത് കണ്ടുപിടിച്ച് എത്രയോ തവണ ഇത് നമ്മൾ ഉള്ള ഒരു സാധനം ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഒരൊറ്റ കാര്യം കൊണ്ട് ചോദിച്ചിട്ടേക്കാം, ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്കൊരു ഇതിങ്ങനെ ആയ നിർത്താം, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റ് കിട്ടിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇൻസ്പിറേഷൻ, ലൈക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടില്ല ആളുകള്. ഇപ്പൊ 6 മാസത്തെ കഷ്ടപ്പാട് പറഞ്ഞല്ലോ, അപ്പൊ ഇത് നിർത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? പുറകോട്ടോ പിന്നോട്ടോ ചിന്തിച്ചിരുന്നോ? ഇല്ല, പക്ഷെ പല പ്രാവശ്യം പൂട്ടിപ്പോന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മള് പല പ്രാവശ്യം നമുക്ക് ഇനീഷ്യലി എസ്പെഷ്യലി ഫസ്റ്റ് പോയി നമ്മൾ തീരെ ഫണ്ട് ഇല്ലാണ്ട് തുടങ്ങിയോണ്ട് പലപ്പോഴും നമ്മൾ മുട്ടിയിട്ട് നാളെ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ വഴി നമുക്ക് വരും. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ യൂണിവേഴ്സ് നമുക്കൊരു വഴി കാണിച്ചു തരുന്നത്. അതായത് ഉസൈൻ ബോൾട്ട് അത്ര ഒരു റെക്കോർഡ് ഇടാൻ വേണ്ടി 5 വർഷം ഓടിയത്. നമ്മൾ ചോദിക്കുമ്പോ ചെറിയ റെക്കോർഡാണ്, ഈ എമൗണ്ട് ഇത് ഇത്രയാണ്, പക്ഷെ അയാൾ 5 വർഷം ഓടി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ That is one motivation, because നമ്മൾ ആക്ച്വലി 2020 മുതൽ 2022 വരെ നമ്മളൊരു ഹസൽ മോഡിലായിരുന്നു. അതായത് ഇങ്ങനെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മൾ ഇത്രയും കഷ്ടപ്പെടും, നമ്മളിങ്ങനെ ഓരോ ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെടും, നമ്മളെന്താ ആരും ഒരു വാലിഡേറ്റ് ചെയ്യാതെ. അങ്ങനെയാണ് നമ്മൾ യാദർശികമായിട്ട് സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു. ഇതേപോലെ എന്തോ ഒരു അവയർനെസ് സെഷനോ എന്തോ ഒരു പോസ്റ്റ് അവരെ കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ട്, അപ്പം നമുക്ക് കുറച്ച് മെൻസൽ കപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിൻ്റെ കൂടെ മാം ഒന്ന് വന്നിട്ട് സെഷൻ എടുക്കുമെന്ന്. അതായിരുന്നു ഫസ്റ്റ് ഓഫ്ലൈൻ സെഷൻ. അവിടെ നിന്നായിരുന്നു അത്. ഞാൻ ഇങ്ങനെ മടിച്ചിട്ടാണ് പോയത്, ബിക്കോസ് ഐ വാസ് ലൈക്ക് അയ്യോ ഓഫ്ലൈൻ സെഷൻ എടുക്കണം, ഫസ്റ്റ് ടൈമാണ് ഓഫ്ലൈൻ സെഷൻ എടുക്കുന്നത്, ഇത്ര നാൾ ഓൺലൈൻ ആയിരുന്നല്ലോ, ഇതെങ്ങനെ എടുക്കും, എങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പോയി എടുത്തു. അവിടെ നിന്നായിരുന്നു actually ഹൈബീഡിനെ കണ്ടുമുട്ടിയത്, because he was an ex-student of that college. So he was a chief guest for a program along with me. അങ്ങനെ അവിടുന്ന് മീറ്റ് ചെയ്തപ്പോഴാണ് we exchanged numbers. അങ്ങനെയാണ് കപ്പ് ഓഫ് ലൈഫിൻ്റെ ഇനീഷ്യേറ്റീവിലേക്ക് നമ്മൾ എത്തിയത്. Then from there it was like അതാണ് 2 വർഷത്തെ നമ്മളൊരു ഹാർഡ് വർക്കും ഇതൊക്കെയാണ്. over the period of years it was ഭയങ്കര റാൻഡം ആയിട്ട് ഇവന്റ്, കാരണം നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവന്റിന്റെ ഭാഗമായി we were able to be a part of it. So yes, പിന്നെ അവിടെയും കുറച്ച് ഫോട്ടോസ് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മളൊരു ഇതിലെ സ്വപ്നത്തിന് പിന്നിലുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പെടാം. ഏതായാലും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, ഈ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും സ്വന്തം വൈഫിന് അല്ലെങ്കിൽ പ്രണയിനിക്ക് അല്ലെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിന് ആർക്കെങ്കിലും ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചു കൊടുക്കട്ടെ.
സിസ്റ്റേഴ്സിന് വാങ്ങിച്ചു കൊടുക്കും, ആ മദേഴ്സിന് വാങ്ങിച്ചു കൊടുക്കും. സിസ്റ്റേഴ്സിനും മദേഴ്സിനും Mothers. ആർക്കാണെങ്കിലും മേടിച്ചു കൊടുക്കണം. ഒരു Yes. ചെറുക്കനത് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കൊണ്ട് ഒരു ഫലം ഉണ്ടാവും. Yes, exactly. താങ്ക് യു. Thank you so much.